വൈവരുന്നോർക്ക് മോക്ഷം നൽകും വൈക്കത്തപ്പാ പരമപ്രഭോ. അത്താഴപ്പട്ടിണിയാണീ ജന്മം, മൃഷ്ടാനമൊരു വട്ടം തരികയില്ലേ. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പനെക്കുറിച്ചുള്ള ഈ വരികൾ മലയാളികളായ നമുക്കേവർക്കും സുപരിചിതമാണ്. ഈ വരികൾ പോലെ ഇന്നത്തെ വിഷയം വൈക്കത്തഷ്ടമി, ആ ദിവസങ്ങളിലെ ആചാരങ്ങൾ, പിന്നിലെ ഐതിഹ്യം. കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് അഷ്ടമി, വൈക്കത്തഷ്ടമി. വൃശ്ചിക മാസത്തിൽ നടത്തപ്പെടുന്ന ഈ ഉത്സവത്തിൻ്റെ സമാപന ദിനം അഷ്ടമി ദിനമായതുകൊണ്ട് ശ്രദ്ധിച്ച പേരാണ് വൈക്കത്തഷ്ടമി എന്നത്. ഭഗവാൻ പരമശിവൻ പാർവതി ദേവിയുമൊത്ത് വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകിയതാണ് അഷ്ടമിക്ക് പിന്നിലെ ഐതിഹ്യം. അന്നേ ദിവസം രാത്രിയിൽ വൈക്കത്തപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ചുറ്റുമുള്ള അമ്പലങ്ങളിലെ എഴുന്നള്ളത്തുകളും കൂടെ ചേർന്ന് അഷ്ടമി ദിനത്തെ ധന്യമാക്കുന്നു. ഋഷഭവാഹന എഴുന്നള്ളിപ്പ് വളരെ പ്രസിദ്ധമായൊരു കാഴ്ചയാണ്. അഷ്ടമി ഉത്സവത്തിൻ്റെ 7ാം നാളിലാണ് പ്രശസ്തവും അതിമനോഹരവുമായ ഈ എഴുന്നള്ളിപ്പ്. അന്ന് ഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയുടെ പുറത്ത് എഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകിയിരുന്നുവെന്നാണ് വിശ്വാസം. രാത്രി അത്താഴപൂജയും ശ്രീഭൂതബലിയും കഴിഞ്ഞ് 11:30 ഋഷഭവാഹനത്തിൽ വിളക്കിനെഴുന്നള്ളുന്നത്. സാധാരണ പോലെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിനു പകരം നന്ദിയുടെ പ്രതീകമായ വെള്ളിക്കാളപ്പുറത്താണ് വൈക്കത്തപ്പനെ എഴുന്നള്ളിക്കുന്നത്. സാക്ഷാൽ പരമശിവന്റെ സുഹൃത്തും അംഗരക്ഷകനുമെല്ലാമായിരുന്ന നന്ദികേശന്റെ ചെവിയിൽ ഊതുന്നതെല്ലാം പരമശിവൻ നടത്തിത്തരും എന്ന വിശ്വാസത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു നന്ദി വിഗ്രഹത്തിൽ വിശ്വാസികളായ എല്ലാവരും തങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയാറുണ്ട്. അതെല്ലാം നടത്തി കിട്ടുമെന്നാണ് വിശ്വാസം. പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ദർശനം അന്നേ ദിവസം വെളുപ്പിന് 4:30 മുതൽ ആരംഭിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ അൽച്ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് പത്നി സമേതനായി ഭഗവാൻ പരമശിവൻ ദർശനം നൽകി അനുഗ്രഹിച്ചു അത്രേ. ആ പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം നടത്തുന്നത്. ഉദയനാപുരത്തപ്പൻ്റെ വരവാണ് അഷ്ടമിയിലെ പ്രധാന ചടങ്ങ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യനാണ്. മകൻ അച്ഛനെ കാണാൻ വന്ന് വിട പറയുന്നതിനാൽ ഇതൊരു പിതൃപുത്ര സംഗമമായി കൂടെ പരിഗണിക്കുന്നു. പണ്ടുകാലത്തൊക്കെ ഉദയനാപുരത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് വൈക്കത്തപ്പനെ അങ്ങോട്ടും എഴുന്നള്ളിക്കുമായിരുന്നു. പക്ഷേ ഒരു തവണത്തെ ഉത്സവത്തിന് ഊരാൺമക്കാരിൽ ചിലർ അതിനെ എതിർത്തു. എന്നാൽ അത് വകവയ്ക്കാതെ വൈക്കത്തമ്പലത്തിൽ നിന്ന് ആറാട്ട് പുറപ്പെടുകയും വടക്കേ ഗോപുരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആനയുടെ തുമ്പിക്കൈ വെട്ടുകയും ചെയ്തു. അന്ന് 2 വിഭാഗക്കാരും തമ്മിൽ കലശലായ വഴക്ക് നടന്നു. അതിനുശേഷം വൈക്കത്തപ്പൻ്റെ ഉദയനാപുരം ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിൻ്റെ പതിവ് നിർത്തി. താരകാസുരനെ വധിച്ചതിന് ശേഷം വിജയശ്രീലാളിതനായി എത്തുന്ന സുബ്രഹ്മണ്യനെ പിതാവായ വൈക്കത്തപ്പനും ഉപദേവതമാരും കൂടെ സ്വീകരിക്കുന്നു. അതാണ് ചടങ്ങ്. വലിയ കാണിക്കയ്ക്ക് ശേഷം ഉദയനാപുരത്തപ്പൻ്റെ വിടവാങ്ങൽ ചടങ്ങാണ്. ആ സമയത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടാവില്ല. ഉണ്ടെങ്കിലും അത് ശോകമായ സംഗീതം മാത്രമായിരിക്കും. ഇത്തരത്തിൽ സംഗീതം ഉണ്ടാകുന്ന ഏക ക്ഷേത്രവും വൈക്കത്തമ്പലം തന്നെയാണ്. 12 ദിവസത്തെ ഉത്സവമാണ് അഷ്ടമി. 12ാം ദിവസമാണ് അഷ്ടമി ആഘോഷിക്കുന്നത്. പിറ്റേ ദിവസം ആറാട്ടിന് ശേഷം ഭഗവാന് മുക്കുടി നൈവേദ്യം സമർപ്പിക്കുന്നു. ഇത് ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. ഉദര രോഗങ്ങളെ ശമിപ്പിക്കുന്നതിന് ഇത് അത്യുത്തമമെന്ന് വിശ്വസിക്കുന്നു. 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജാതിഭേദമന്യേ ഒരു മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വൈക്കത്തഷ്ടമി. വൈക്കത്തഷ്ടമി വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. വൈവരുന്നോർക്ക് മോക്ഷം നൽകും വൈക്കത്തപ്പാ പരമപ്രഭോ.